യുഎഇയിൽ ജൂൺ മാസത്തിലും പെട്രോൾ വില വർദ്ധിപ്പിച്ചു. ഇതോടെ പ്രവാസികൾക്ക് വീണ്ടും ജീവിത ചിലവേറും. ഇത് തുടർച്ചയായ 4ാം മാസമാണ് വില വർധന. അതേസമയം ഡീസലിന് വില 4.33 ദിർഹമായി കുറഞ്ഞത് ആശ്വാസമാകും. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ഒപെക് എന്ന കൂട്ടായ്മയിൽ നിന്ന് യുഎഇ പുറത്തുവന്ന ശേഷമുള്ള ആദ്യ വില നിർണ്ണയമാണിത്. അതിനാൽ പൊതുസമൂഹം ഏറെ ആകാംക്ഷയോടെയാണ് ജൂൺ മാസത്തെ വില പട്ടികയെ കാത്തിരുന്നത്. പുതിയ വില നിർണ്ണയം അനുസരിച്ച് സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 3.95 ദിർഹമായി കൂടി. പഴയ വില 3.66 ദിർഹമായിരുന്നു. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 3.83 ദിർഹമായി. പഴയ വില 3.55 ദിർഹമായിരുന്നു. E+91 ലിറ്ററിന് 3.76 ദിർഹമായി വർദ്ധിച്ചു. 3.48 ദിർഹത്തിൽ നിന്നാണ് ഈ വർധന. എന്നാൽ ഡീസലിന് വില 4.33 ദിർഹമായി കുറഞ്ഞു. നേരത്തെ 4.69 ദിർഹമായിരുന്നു വില. അതേസമയം പുതുക്കിയ വില വർധന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തിരിച്ചടിയാകും. പ്രതിമാസ വരുമാനത്തിൽ നിന്ന് ഇന്ധനത്തിനായി മാറ്റിവെക്കേണ്ടി വരുന്ന തുക ഓരോ മാസവും കൂടി വരികയാണ്. ഒരു സാധാരണ കാറിൽ ഇന്ധനം പൂർണ്ണമായി നിറയ്ക്കാൻ ഇനി 14 ദിർഹത്തിലേറെ അധികം നൽകണം. വലിയ കാറുകളിലെ ടാങ്ക് നിറയ്ക്കണമെങ്കിൽ 21 ദിർഹത്തധികം അധികമായി നൽകണം. അതിനാൽ ദിവസേന ദീർഘദൂരം യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്നവർക്ക് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറും. തുടർച്ചയായ 4ാം മാസമാണ് രാജ്യത്ത് പെട്രോൾ വില വർദ്ധിച്ചത്. ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്നു നിൽക്കുന്നത് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചു. ഇന്ധന വിലയിലുണ്ടാകുന്ന ഈ തുടർച്ചയായ വർധനവ് യുഎഇയിലെ സാധാരണക്കാരായ പ്രവാസികൾ കുടുംബ ബജറ്റിനെ കാര്യമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.